നമ്മൾ ഇന്ന് കടുക് മുളപ്പിച്ച് ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ പോവാണേ. പുൽക്കൂട് ഉണ്ടാക്കാൻ കടുക് മുളപ്പിക്കാൻ ഇട്ടിട്ട് ഒരു 7 ദിവസം ആയി കാണും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കടുകില്ലാന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് തെന മുളപ്പിച്ചായിട്ടോ. ഇനി തെന ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മയോട് വെച്ച് കടുക് തന്നെ എടുത്തോളൂ. കുറച്ച് കടുക് മതി. ഏതെങ്കിലും ഒരു പാത്രത്തിനകത്തേക്ക് ഉണ്ടല്ലോ ന്യൂസ് പേപ്പറോ വെള്ള പേപ്പറോ വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിന്റെ മുകളിൽ കുറച്ച് ടിഷ്യൂ കൂടി വിരിച്ചിട്ട് അതിന്റെ മുകളിൽ ഇതുപോലെ കടുക് വിതറിട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ കവർ തന്നെ അടുത്ത 4-5 ദിവസത്തേക്ക് ഉണ്ടല്ലോ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ ഒരു 5 ദിവസം കഴിയുമ്പോഴേക്കും ഇതുപോലെ അങ്ങോട്ട് വലുതായിട്ട് വരും കേട്ടോ ചെടിയൊക്കെ. എന്നിട്ട് ഞാൻ കുറച്ച് പ്രിന്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ക്രിസ്മസ് ക്രിബിനകത്ത് വെക്കുന്ന ആ സ്റ്റാച്യൂസ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ അത് ഗൂഗിളിൽ നോക്കിയിട്ട് നല്ലൊരു പിക്ചർ പ്രിന്റ് എടുത്തു. എന്നിട്ട് ഒരു ഫോം ബോർഡിന്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഫോം ബോർഡിലാണെന്നുണ്ടെങ്കിൽ കാർബോർഡിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തായേ. എന്നിട്ട് രണ്ടിലെ ഫോം ബോർഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മേൽക്കൂല പോലെ ആക്കിയിട്ട് അതിന്റെ മുകളിൽ വെച്ച് കൊടുത്തേ. ഒരു വീട് പോലെ ഇങ്ങനെ ഒരു കൂടാരം പോലെ അങ്ങനെ കടുക് മുളപ്പിച്ച് നമ്മൾ ഇതുപോലെ പുൽക്കൂട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കൂട്ടുകാരെ. നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ചെയ്യണേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നാളെ എന്തെങ്കിലും പണിയായിട്ട് വരാവേ. അപ്പോൾ അത്രയുള്ളൂ.